ഇതാണ് ഊക്കൻ കുഞ്ചു. എന്താ പേരിലെ ഊക്ക് ഈ വരവിലില്ലേ? ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന ഭാവത്തിൽ തന്നെയാണ് ഈ വരവ്. ഊക്കൻ തറവാട്ടിലെ ആനയെന്ന് പറഞ്ഞാൽ അവനൊരു നല്ല തലയെടുപ്പുണ്ടായേ പറ്റൂ. അത്രത്തോളം ആനകളെ സ്നേഹിക്കുന്ന ഒരപ്പൻ്റെയും 3 ആൺമക്കളുടെയും വീടാണിത്. തിടമ്പേറ്റുമ്പോൾ പോലും 1 ഇഞ്ച് താഴാത്ത തലയെടുപ്പ്, തേൻ കണ്ണുകൾ, നീണ്ട തുമ്പിക്കൈ, കണങ്കാലും കഴിഞ്ഞ് നിലത്ത് മുട്ടാതെ നിൽക്കുന്ന വാല്, 18 വെളുത്ത നഖങ്ങൾ, നീണ്ടു വളഞ്ഞ കൊമ്പ്. അങ്ങനെ ഒരു നല്ല കൊമ്പന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഇതിനകം തന്നെ ഇവനിൽ വന്നു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. 21 വയസ്സിൽ ഇത്രയൊക്കെ പോരെ എന്നിവൻ ചോദിച്ചാൽ മതി എന്ന് സമ്മതിക്കാൻ ഒരുപാട് നേരമൊന്നും ആലോചിക്കണ്ട. ഊക്കൻ കുഞ്ചു ഒരു ഉത്സവപ്പറമ്പിലെത്തിയാൽ ആനപ്രേമികളാകെ അവൻ്റെ പിന്നാലെ കൂടും. ശർക്കര നൽകും, പഴം നൽകും. പാപ്പാൻ ഷിബു അടുത്തില്ലെങ്കിലും ആ തുമ്പിക്കൈയിൽ നിങ്ങൾക്കൊന്ന് തൊട്ടു നോക്കാം. ചേർന്ന് നിന്ന് കുശലം പറയാം, ചിത്രമെടുക്കാം. കുഞ്ചു ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ നല്ല മനസ്സും സ്നേഹവും ഇവന് മനസ്സിലാക്കുവാൻ കഴിയും. അത് അതേ അളവിൽ തന്നെ തിരികെ നൽകുവാനും ഇവന് മടിയില്ല. നല്ലൊരു തേച്ചുകുളിയും അല്പം ഭക്ഷണവും കഴിഞ്ഞാൽ എന്തും ചോദിച്ചോളൂ എന്ന മട്ടിലാണ് കുഞ്ചു. ആനയ്ക്കൊപ്പം കുതിരകളും നായ്ക്കളും എല്ലാം ചേർന്ന ഈ വീട്ടുമുറ്റത്ത് നമുക്ക് അല്പം നിൽക്കാം. അവൻ കുളി കഴിഞ്ഞെത്തട്ടെ. ഞാൻ പിറന്നു വീണത് തന്നെ മനുഷ്യർക്കിടയിലാണ്. ഒരു കാട്ടിലും കളിച്ചു നടന്ന ഒരു ബാല്യകാലം എനിക്കില്ല. മനുഷ്യരാണ് എന്നെ അമ്മയ്ക്കൊപ്പം പരിചരിച്ചു വളർത്തിയത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ മനുഷ്യർ എൻ്റെ നല്ല കൂട്ടുകാരാണ്. കാട്ടിൽ നിന്നും കെണിവെച്ചോ വാരിക്കുഴിയിൽ തള്ളിയിട്ടോ എന്നെ പിടികൂടിയെന്ന നിലയിലുള്ള പകയോ വൈരാഗ്യമോ എനിക്ക് അവരോടില്ല. ഒരു പശുക്കുട്ടിയോ നായ്ക്കുട്ടിയോ വീട്ടിൽ പ്രസവിക്കുന്നത് പോലെ എൻ്റെ അമ്മ എന്നെയും പ്രസവിച്ചു. 10 വയസ്സുവരെ അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടേറ്റും മറ്റുള്ള ആനകൾക്കിടയിൽ ചില്ലറ കുസൃതികളുമായി ഞാൻ ആസാമിലെ മേരാപാനിയിൽ വളർന്നു. അക്കാലത്താണ് കേരളത്തിൽ നിന്നും ബെന്നിച്ചൻ എന്നെ കാണാൻ വരുന്നത്. ആസാമിൽ ഞങ്ങൾ ആനനെ വാങ്ങാൻ പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മില്ലുകളിലോ അല്ലെങ്കിൽ ടൗൺഷിപ്പിലോ ഒന്നും അവിടെ ആനനെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നതല്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രീതിയിൽ പറഞ്ഞാൽ ഫോറസ്റ്റ് എന്ന് പറയാമെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം വെട്ടിപ്പോയി ഫോറസ്റ്റ്, അതായത് വാഴയും ഈറ്റയും മറ്റേ മുളയൊക്കെ നിൽക്കുന്ന ചെറിയ കുറ്റിക്കാട് പോലത്തെ കാട്ടിലാണ് ഇവർ ഇതിനെ തീറ്റിക്കയറ്റി വിടുക. എന്ന് വെച്ചാൽ വീടുകളിൽ നിർത്തി കഴിഞ്ഞാൽ ചിലവ് കൂടുതലായതിൻ്റെ പേരിലാണ് അവർ വർക്കില്ലാത്ത സമയത്തും ആനനെ ഒന്നിച്ച് അഴിച്ചിടുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇവിടെ നമ്മുടെ പശുവിനെ ആടിനെയൊക്കെ തിരിയാൻ കൊണ്ടുപോകണ പോലെ അവരൊരു പ്രത്യേക ഏരിയ ഉണ്ട്, അവിടെ അഴിച്ചിടും. എന്നിട്ട് അവർ ഈ പോകുന്ന സ്ഥലത്ത് 1-2 പാപ്പന്മാർ കൂട്ടായിട്ട് അഴിച്ചിട്ടുള്ള സ്ഥലത്ത് അവരിതിനെ അതിൻ്റെ അടുത്ത പ്രദേശത്തൊക്കെ ആയിട്ട് അവരവിടെ ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ അവിടുത്തെ ഒരു ആസാമിലെ ഒരു രീതി. ഇനി ഒരു കുസൃതി കാണിക്കുവാൻ അമ്മയില്ലല്ലോ എന്ന ദുഃഖം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഊക്കൻ കുടുംബത്തിലെത്തിയതോടെ അത് സാവധാനം മാറി. നല്ല സ്നേഹവും ശാന്തിയും നിറഞ്ഞ അന്തരീക്ഷം. ഇവിടെ ഞാൻ എന്നേ വന്നു ചേരേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ. അത്രത്തോളം ഈ വീടിനെയും ഈ വീട്ടുകാരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. വർഗീസ് മുതലാളി മാത്രമല്ല, മക്കളായ ബെന്നിച്ചനോടും ജോസിനോടും മാർട്ടിനോടും ഇവിടുത്തെ അമ്മച്ചിയോടും അവരുടെ മരുമക്കളോടും ചെറുമക്കളോടുമെല്ലാം നല്ല ഇഷ്ടത്തിലാണ് ഞാൻ.